അസ്ന നല്ല ഫ്ലോറൽ പ്രിന്റ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നമ്മുടെ അയ്യപ്പൻ ചേട്ടന്റെ അമ്മ തന്നിട്ടുള്ള ഡ്രസ് ആണോ? ഏതാ പാടാൻ പോകുന്ന പാട്ട്? ഞാൻ റംലത്തിന്റെ ആലമുടിയോൻ എന്നുള്ള പാട്ട്. ഉഗ്രൻ സോങ് സെലക്ഷൻ. ആരെങ്കിലും എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഈ പാട്ട് പാടി കഴിഞ്ഞാൽ നന്നായിരിക്കും? കാരണം റംലത്തയുടെ എല്ലാ പാട്ടും ഹിറ്റ് ആണല്ലോ, നമുക്ക് ചൂസ് ചെയ്യാന്ന് പറയാൻ തന്നെ വലിയ ടാസ്ക് ആണ്. സോ എന്താണ്, എങ്ങനെയാ അത് സംഭവിച്ചത് ഈ പാട്ട് മതി? അതില്ലേ നമ്മുടെ സോങ് ഈ റൗണ്ട് വന്നപ്പം നമ്മൾ ഒരുപാട് സെലക്ഷൻ നോക്കി, ഒന്നും കിട്ടിയില്ല. അപ്പൊ അങ്ങനെ സഫാനിക്ക ലാസ്റ്റ് സെലക്ട് ചെയ്തത്. ഇത് നമ്മുടെ സഫാൻ ഷഫീഖോ? ആഹാ, അടിപൊളി അടിപൊളി. ശരി, അപ്പൊ എന്തായാലും അതൊരു സഫാന്റെ ഒരു ഇതുണ്ടായിരിക്കുമല്ലോ, ഒരു മ്യൂസിക് ഡയറക്ടറുടെ സെൻസും ഒരു ആക്ടറുടെ നോളജും, പിന്നെ അസ്നയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെയായിരിക്കും ഈ പാട്ട് തന്നിട്ടുണ്ടാവുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത പോലെ നന്നായിട്ട് പാടൂ. എന്തായാലും ഇത് ഗംഭീരമായിട്ട് പാടി കഴിഞ്ഞാൽ ഒരു ട്രീറ്റ് ആലപ്പുഴ വരെ പോകേണ്ടി വരും. അത്രേ ഉള്ളൂ. ഗുഡ് ലക്ക്. താങ്ക് യു ചേച്ചി. മുടയുനെ ആകെ പടച്ചോനെ അഹദല്ലി പുരാ
അസ്ന ചേച്ചി. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് ഇത്രയും ഭംഗിയായിട്ട്, അതും സഫാനിക്ക് തന്ന പാട്ട്, സഫാനോട് വരുമ്പോ ഞാൻ ബാക്കി ചോദിച്ചറിഞ്ഞോളാം. നമുക്ക് നേരെ കമന്റ്സ് ചോദിക്കാം അല്ലേ? അൻവർക്ക, ആദ്യം ഈ പാട്ടിനെ കുറിച്ചുള്ള അറിവ് പകർന്നു തന്ന പ്രിയപ്പെട്ട സഫാൻ ഷഫീഖിന് ഒരു നല്ലൊരു എന്താ പറയുക നന്ദി പറയുന്നു. സുന്ദരമായ പാട്ട് അസ്നയ്ക്ക് പാടാനായിട്ട് സെലക്ട് ചെയ്ത് തന്നില്ലേ അല്ലേ? അതൊരു നല്ല ഇതായി. കാരണം ഈ പാട്ട് നേരത്തെ പറഞ്ഞതുപോലെ റംലാത്ത പാടിയത് റംലാത്തയുടെ ഒരു സ്റ്റൈലിലാണ്. തുറന്ന സിംഗിങ്ങിൽ പാടുമ്പം ചില സമയത്ത് ഇത്രയും സംഗതികളൊന്നും എനിക്ക് തോന്നുന്നു ഇല്ല, ഈ പാട്ടിലില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് അഹദല്ലേ പുരാനേ എന്നും അങ്ങനൊരു സാധനം കേട്ടില്ലേ? അതൊന്നും സ്വപ്നത്തിൽ പോലും നമ്മളത് വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുപോലെ കുറേ ഒരു 3-4 സ്ഥലങ്ങളിൽ അതുപോലത്തെ ചില സംഗതികൾ മക്കളുടെ രീതിയിൽ ഈ യൂഷ്വലായിട്ട് എപ്പോഴും ചെയ്യുന്ന ചില സംഗതികൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്പീഡിൽ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും സംഗതികൾ വന്നു. അത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ലക്ഷണമാണ്, നല്ല പാട്ടുകാരുടെ ലക്ഷണമാണ്. ഇതിങ്ങനെ തന്നെ പോട്ടെ, നന്നായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് അൻവർക്ക. ഷബ്നം. അസ്ന കുട്ടി, എന്തെത്താ നമ്മൾ ആരുടെ പാട്ട് പാടിയാലും അതിൽ നമ്മൾ പാടുമ്പോൾ നമ്മളുടെ ഒരു പ്രൊഡക്ഷനാണത് അല്ലേ? കാര്യം ഓരോരുത്തർക്കും ഓരോ വോക്കൽ കോഡാണ്, ഓരോ വോയിസ് കൾച്ചറാണ്, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് അൽഹംദുലില്ലാ റബ്ബ് അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഒരു നമുക്ക് ചില സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, റബ്ബ് ഇത്രയും പേര് എത്രത്തോളം സിംഗേഴ്സാണുള്ളത് അല്ലേ? അതെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ ആരെയും ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മോള് ഈ ഒരു സോങ് മോളുടെ രീതിയിൽ പാടിയപ്പോൾ അതിന് വേറൊരു ഫ്ലേവർ കിട്ടി നമുക്ക്. മോളുടേതായിട്ടുള്ള ഒരു ഫ്ലേവറിൽ ആ പാട്ട് പുനർജനിച്ചു എന്ന് പറയാം. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പാടി, അത് പറയേണ്ട കാര്യമില്ല. ആസ് ഓൾവേസ് യു സാങ് റിയലി വെൽ. നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നല്ല കമന്റ്സ് ഒക്കെയാണ്.